എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ടൊക്കെ പോകുന്നു, അടിച്ചു പൊളിക്കാന്നൊക്കെ വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളുടെ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ബെഡ് വാർസ് ഫൈറ്റ് ചെയ്യാൻ പോകണം. ഓണം സ്പെഷ്യൽ ബെഡ് വാർസ് ഫൈറ്റ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഓണത്തല്ല്. അതും ബെഡ് വാർസിലാണ് നടത്തുന്നത്. വന്ന് കയറിയത് നമ്മളൊരു മഞ്ഞ ടീമാണ്, കുഴപ്പമില്ല, നമ്മൾ ഇന്ന് ഇന്ത്യക്കും. ഇവിടെ ഇന്ന് ടോക്കൺ കളക്ട് ഏറ്റവും വലിയ ബോറിങ്ങാണ്. ഞങ്ങളുടെ ഓണപരീക്ഷയെ ഓർമ്മിപ്പിക്കുന്നില്ല, അതിലേക്ക് തന്നെ മൂഡൗട്ടാക്കുന്നില്ല. എന്നാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. മെയിൻ വാർ ഇപ്പോഴാണ് നടക്കാൻ പോകുന്നത്. ഞാനും ഇങ്ങോട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ലാസ്റ്റിൽ അതിന് തുനിഞ്ഞിറങ്ങുവാണ്. അത്രയൊക്കെ മതി കാര്യം കഴിഞ്ഞു. നേരെ പോകണം, അത് ചരിഞ്ഞു പോകണം. അതിൻ്റെ വൂളെടുത്തില്ല, രണ്ടെണ്ണം എടുത്ത് നമുക്ക് നേരെ പോവാം. ഓട്ടേ. ഓക്കെ, ഇനി നമ്മൾ നേരെ പോയിട്ട് നമുക്ക് നേരെ അങ്ങ് പോവാം. നിയമല്ല, ഓക്കെ, നേരെ പോട്ടെ. നേരെ. ഓക്കെ, ഇതാണ്ട് വരുന്നൊരുത്തൻ. അപ്പോൾ ആദ്യം ഹാർട്ടില്ല, ഹെൽത്ത് ഇല്ല അവന്. ഓക്കെ, ഒരുത്തൻ കഴിഞ്ഞ്. ഞാൻ അടുത്ത ഒരു ടീമിന് ഞാൻ ഫുള്ളങ്ങ് ഇല്ലാണ്ടാക്കുക. ഇവൻ അങ്ങോട്ട് വാ, നിൽക്കട്ടെ അവിടെ. നീ എൻ്റെ നീ അവനെവിടെ പോയി? എവിടെയൊക്കെ പോയി തലേട്ടെ നാശം, ചാക് പൊട്ടി. അയ്യോ, അല്ല അവന്മാരെല്ലാം കൂട്ടത്തോടെ എന്നെ രക്ഷിക്കണേ, ഞാൻ പോവാണേ. അങ്ങനെ ഇട്ടാൽ പറ്റില്ലല്ലോ. ഒരുത്തൻ്റെ ബെഡ് പൊട്ടിച്ച്. വളഞ്ഞിട്ട് ആക്രമിക്കുവോ? എന്ത് ചെയ്യാനാണ്? ഇവിടെ ഓടി രക്ഷപ്പെടുന്നത് തന്നെയാണ് നല്ലത്. അവന്മാരെന്തേ സാമാനെന്തി? ഇതും വെച്ച് നമ്മാരുടെ തല ഞാൻ പൊട്ടിക്കും. അതവിടെ ഉണ്ട്, അവിടുത്തെ മാറത്തില്ല. മിനിമം 2 പേരാടാ ആക്രമിക്കാൻ പോണ്ട്. ഇവിടിട്ട് ഞാൻ പൊട്ടിക്കുന്നു. കൊള്ളാലെൻ്റെ പുണ്യം. പക്ഷെ അവിടെ അല്ലല്ലോ മോനെ കവർ ചെയ്യണ്ടേ. അങ്ങനെ ഒരു ഒരാളുടെ ബെഡ് പൊട്ടിച്ചിരിക്കും. നമുക്ക് കൂട്ടാം, പിന്നെ അവിടെ തന്നെ തനയത്തോളും. ഇല്ല, നമ്മളങ്ങ് പോയി എല്ലാവരും അങ്ങ് കൊന്നു കളഞ്ഞാലോ. ഞാൻ വെറുതെ ഒരു കില്ലി കിടക്കുമല്ലേ. പൊട്ടാൻ എൻ്റെ മണ്ടയ്ക്ക് രത്ത്. ഇനി ഓരോരുത്തരായിട്ട് നമ്മളങ്ങനെ തീർക്കാൻ പോവാണ്. നമുക്ക് വേറെ ഒരുത്തം പോകണം എൻ്റെ ലാൻഡിലേക്ക്. ഞാൻ വരുന്നേ. എങ്ങനെയൊക്കെയാണ് ഇത് പണിത് വെച്ചേക്കുന്നത് എനിക്ക് അറിയത്തില്ല. അതാണ്ട് അവിടെ നിൽക്കുക, ലാഗ് അടിച്ചിരിക്കുകയാണ്. ചാക് പട്ടി ആണ്ട പോകണം. മെല്ലെ ഇങ്ങനെ പോവാം. ഓക്കേ, അതാണ്ട് ഒരുത്തം പോകണം. ഒരുത്തനങ്ങ് മുട്ടി വയ്ക്കുക. അത് ഇടുക്കി. ഓക്കെ, നമ്മൾ ബ്ലൂ ടീമിനെ വകവരുത്താൻ സമയം കഴിഞ്ഞിരിക്കുന്നു. അവർക്കങ്ങ് മുട്ടി ഇപ്പം അങ്ങ് കാണിച്ചു കൊടുക്കാം. നിന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, എല്ലാം ഗോൾഡൻ ആർമർ വെച്ചേക്കാം. റെസിസ്റ്റൻസ് കൂടുതലിരിക്കട്ടെ. ഓട്. ഞാനിങ്ങനെ ഇഴയുന്നു. എനിക്ക് വന്ന് നേരത്തെ ഓടുമായിരുന്നു, ഇപ്പം ഇടയുവാ. നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് ഒരുത്തിന് എൻ്റെ വഴി നിൽക്കുന്നു. അവനെന്തി പോയോ? അവിടെ നിൽക്കുക. ഓക്കെ, ഒരുത്തൻ ചത്ത്. ഇനി അടുത്തവൻ ഇതുവരെ പോകുന്നു. എന്നിട്ട് അവൻ ഒറ്റയടിക്ക് എത്തുമോ? അപ്പോൾ അവരുടെ ബെഡ് നേരത്തെ പൊട്ടി. ഞങ്ങൾ ജയിച്ചേ. കണ്ടോ നമ്മുടെ പേര് ടാഗൊക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ അടിപൊളിയിട്ടുണ്ട്. നമ്മൾ ജയിച്ചിരിക്കുകയാണ്. നോക്കട്ടെ സ്കോർ ഒന്ന് നോക്കട്ടെ. ഞാനാണ് മാൻ ഓഫ് ദ മാച്ച്. അത് ഇടുക്കി. അടുത്ത നെക്സ്റ്റ് റൗണ്ട് നോക്കട്ടെ എന്നാന്ന്.
അങ്ങനെ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അടുത്തത് ഓക്കെ നമ്മൾ റൗണ്ടിലെത്തി. ഇവിടെ എന്താ ഓക്കെ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാച്ച് സ്റ്റാർട്ടായി. ഓക്കെ ഇത് ഇവിടെ ഞാനാണ് ഇതൊക്കെ എടുക്കുന്നത്. എല്ലാവരും വന്ന് ബെഡ് പൊട്ടിച്ച് അറിയത്ത് പോലും ഇല്ല. ഇനി വൈസ് അയ്യോ ഞാണ് മാപ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സത്യം പറയുക. അതിന് വേറെ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷം ഇതിലായിട്ട് എൻ്റർ ഡ്രാഗനെ കൊന്നിട്ടില്ല. അതുപോലെ തന്നെ ഇത് കളിക്കാൻ തുടങ്ങിയിട്ടൊക്കെ 1-2 വർഷം ഇതിലായിട്ട് ഇങ്ങനത്തെ മാപ്പ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോന്ന് എടുത്ത് ഇങ്ങനെ ഇട്ടേക്കാം. ആക്സ് മാത്രമായിട്ടാണ് അപ്ഗ്രേഡ് ചെയ്തില്ല. കാരണം ഇതിനെക്കാട്ടിലും കുറച്ച് നല്ല സ്ട്രെങ്ത് ആക്സ് വെച്ചിട്ട് ഇരിക്കും നല്ലത്. ചുറ്റി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആക്സ് സെറ്റായി. ഇനി ഞാൻ എല്ലാത്തിനും ആക്സും വെച്ച് അടിക്കുന്നുള്ളൂ. കാരണം സോഡിനെക്കാളും കൂടുതലും പവർ ആക്സിനാണ്. അങ്ങോട്ടേക്ക് പോകണം. വൂള് വേണ്ടേ? ഇപ്പോൾ വൂള് സെറ്റ്. നേരെ പോയിട്ട് അതിൽ കൂടെ ചെരിഞ്ഞു പോവാം. തികയോ എന്തോ തികയത്തില്ല. ഒന്ന് തിരിച്ച് പോയേക്കാം. പിന്നെ എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയുണ്ട്. അപ്പോൾ വോയിസിന് ചെറിയ പ്രശ്നം വേണ്ട. തിരിച്ച് പോകണ്ട. പിന്നെ ഇസ്ക എന്നാ പോക്കോ എങ്ങനെ സാധിക്കുന്നു? പിന്നെ പറയുക ചാടിക്കോ. ഓക്കെ നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോവാണ്. പോയത്തൊക്കെയാണ് വേണ്ടേ? ഇവനുണ്ടല്ലോ. നടക്കുണ്ണി. ചേട്ടാ ഇവനൊരുമാതിരി നടക്കടാ പോയെ. ഓക്കെ ഇവൻ നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എനിവേസ് ഞാൻ തിരിച്ചു പോയി ഗോൾഡൊക്കെ എടുത്തിട്ട് വൂളും കൊണ്ട് വരാം. അല്ലാതെ ഇത് നടപടി വന്ന് കേസിട്ട് എനിക്ക് ഒന്നുമില്ല. അതിന് വേറെ കാര്യം, നിങ്ങളുടെ ഓണപരിപാടി ഓണാഘോഷമൊക്കെ എങ്ങനെ പോകുന്നത് നിങ്ങളെ കമൻറ്റിൽ അറിയിച്ചേക്കുക. അറിയിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. വിശേഷങ്ങളൊക്കെ തരികയെന്നേ ഉള്ളൂ. അറിഞ്ഞിട്ട് എന്നാണെങ്കിൽ പ്ലീസ്. നാണക്കേടാ. ഞാനൊരുത്തം വരുന്നു അവിടെ നിന്നെ ഞാൻ നോക്കി കിടക്കുന്നു. എന്തിയേ ചത്തില്ലേ? എന്നെ വെട്ടുന്നോ? എന്തിയേ ഇവൻ ചത്തു കൂടെ പട്ടി. അവൻ അഹങ്കാരം ചില്ലറല്ല കേട്ടോ. അപ്പം ഇവിടം വരെ എത്തി. അതെന്നെ പണിയത് ആരുമില്ല. നൈസ് ഇതങ്ങ് പൊട്ടിച്ചേക്കാം. ഇത് പൊട്ടിക്കാതെ ഓടിക്കണം എല്ലാവരും ഇവിടെ നിന്ന്. അപ്പം നമ്മുടെ കൂട്ടുകാരൻ ഇത് പൊട്ടുന്നതിന് മുമ്പ് മിക്കവാറും ഞാൻ ഇവിടെ ഇരുന്ന് അതിന് മുമ്പ് ഞാൻ ഓടി രക്ഷപ്പെടട്ടെ. പെട്ടെന്ന് പർച്ചേസ് ആയില്ല പുല്ല്. പെട്ടെന്ന് ഒന്നാമതേ എനിക്കിവിടെ നെറ്റിന് ഇച്ചിരി കുഴപ്പമുണ്ട്. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന്. അയ്യോ ഇത് എവിടെ എത്തിയെന്നാ ഈശ്വര. അതാണ്ട് ഞാൻ ജയിച്ചോ എത്തുന്നത്. ഞാൻ പറക്കുന്നു. അയ്യോ വന്നു സാധനം. ബോള് പൊട്ടി. അതൊരു ബെഡ് പൊട്ടിയല്ല പറയാം. പിന്നെ ഞാൻ ഇതുകൊണ്ട് തന്നെ നടക്കുക. അവൻ്റെ അവിടെ അങ്ങ് പറഞ്ഞു. ഞാൻ അവനിപ്പോൾ കെട്ടാൻ പോകണം. ഇനി ഞങ്ങളുടെ നീലയെ മാത്രമേ ഉള്ളൂ. നീലയിലും കൂടെ അങ്ങ് ക്ലോസ് ചെയ്തേക്കാം നമുക്ക്. ഉണ്ടാവും മണ്ടേ കൂടെ പോകുന്നു. അഹങ്കാരം ചില്ലറിയാണ്. ഇപ്പം വരാം അങ്ങോട്ടെ. എടാ എന്തിനാ ഇതിൽ കൂടെ ചാടിയിട്ട് അവിടെ ഇപ്പം ചുമ്മാ നിൽക്കുന്നു. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിൽ കൂടെ നേരെ പോയി നീറ്റാടി ഇതങ്ങ് പൊട്ടിച്ചേക്കാം. ഞങ്ങളുടെ ഇത് ഇപ്പോഴും സേഫ് അല്ലേ? ഒരെണ്ണം ഇവിടെ ഒളിച്ചിരിക്കുവോ? ഹലോ ബ്രദർ, വെറുതെ ഇന്ന് വിടുമെന്ന് കരുതിയോ കുഞ്ഞ്? ഓക്കെ റെഡ് ടീം വൈപ്പ് ഔട്ടായി. പിന്നെ അടുത്ത ബ്ലൂ ടീമിനെയും കൂടെ അങ്ങ് വൈപ്പ് ഔട്ട് ആക്കിയേക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വൈപ്പ് ഔട്ട് ആകാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് ഒരൊറ്റ അഡ്വൈസ് നിങ്ങളുള്ളൂ. ബെഡ് വാർസ് കളിക്കുന്ന ഒരൊറ്റ അഡ്വൈസ്, നിങ്ങൾ അറ്റാക്ക് വേണേൽ ആക്സ് വെച്ച് അറ്റാക്ക് ചെയ്യണം. ആക്സ് വെച്ച് അറ്റാക്ക് ചെയ്യണം. അത് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. വാളം വെച്ചൊക്കെ അടിക്കണം. ഇവനൊക്കെ ഇപ്പോഴൊന്നും ജാകത്തില്ല. അങ്ങനെ അതിൻ്റെ കൂടെ എൻ്റെ ഇതും തെറിച്ചു പോയി. വേറില്ല.
പച്ച അവിടെ വെറുതെ ഇരിക്കുമല്ലേ കുഞ്ഞേ. എന്നാ ഇവിടെ ഇവൻ ചാകുന്നില്ല. ഹലോ. അതെ. അവിടെ ഇരിക്കുക. അങ്ങനെ ഗ്രീൻ ടീമായി പോട്ടായിരിക്കുകയാണ്. ഇനിയൊന്നുമില്ല പ്രത്യേകിച്ച്. ഇങ്ങിട്ട് എന്നാണ് ഒരു മിനിറ്റ് അപ്ഗ്രേഡ് ആയേക്കാം. ഇനി ആകെ ഉള്ളത് ബ്ലൂ മാത്രമാണ്. നമുക്ക് അവരെയും കൂടി അങ്ങോട്ട് തേച്ച് വിട്ടേക്കാം. കയ്യിലാണ് ഇഷ്ടംപോലെ ഫയർ ബോംബും ഉണ്ട്. എറിഞ്ഞ് പൊട്ടിച്ചേക്കാം അവന്മാരെല്ലാം. ഒരുത്തനാണ് എന്നെ കൂടെ സ്പീഡിൽ പോകുക. അങ്ങോട്ടേക്ക് ആർക്കറിയാം. ഇവനെ പിടിച്ചിട്ട് അവന്മാർ എൻ്റെ ചുണ്ണി എത്തി കളയിരുന്നാൽ മതിയെന്നു. അവിടെ ഉണ്ട് സാധനം. അറിയാൻ ഇത്ര നേരം കൊണ്ട് ഇവർ ഇത്രയും കൂടി അപ്ഗ്രേഡ് ആക്കി കാണുമെന്ന്. വേറെ അവിടെ ഒന്നും പൊട്ടിയായിട്ട് കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ട്. ഇത്ര ഭാഗത്തും നോക്കാൻ മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ഇത് ആഫ്റ്റർ ഓൾ ബെഡല്ലേ. ബ്ലൂവിൻ്റെ ബെഡ് പൊട്ടിയേ. പലയിടത്തിനും അടിച്ചവൻ്റെ തല പറയുക. ഇത്ര പെട്ടെന്നാത്ത. ഹലോ ബ്രദേഴ്സ്. കൂട്ടിയിട്ട് ഒരുത്തും തട്ടിപ്പോയി. അടുത്തവൻ എന്ത് ചെയ്യും? അടുത്തവൻ എൻ്റെ ഈഴക്കൂടെ അങ്ങ് പോവാ. ബ്രോ നിൽക്കും ബ്രോ. അവിടെ പതിയെ വല്ലത്തുള്ളൂ. ഉറുമ്പ് ഇറയ്ക്കുന്ന വേണം. അതിന് ഒരുത്തരം കൂടെ ഉണ്ട്. അവൻ എവിടെയെന്ന് ആർക്കറിയാം. ഇവൻ എന്നെ കാണിക്കുക. അപ്പുറത്തെങ്ങാനുണ്ട്. അവനെ തീർത്ത് കളഞ്ഞേക്കാം. നല്ലൊരു ദിവസമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ലെന്ന് തോന്നുന്നു. നല്ല കളിയാണ് കളിക്കുന്നത്. വെട്ടടാ ഇവനാ. എന്തി എന്നെ ചത്തോ? അതെന്നാ മണ്ടത്തരോ. ഓക്കെ, ചുളിവിൽ ജയിച്ച്. കണ്ടോ സ്കോറാക്കട്ടെ. വീണ്ടും ഞാൻ മാൻ ഓഫ് ദ മാച്ച്. വിജയ് ഫാൻസിനെ അഭിമാനിക്കാം. കാരണം ഞാൻ ഈ ഒരു പ്രൊഫൈൽ പിക്ക് മാച്ചാണ് ഞാൻ ഈ മാച്ചൊക്കെ ജയിക്കുന്നത്. അതും ഈ ഒരു ടാഗിൽ, ഈ ഒരു പ്രൊഫൈൽ പിക്കിൽ ഞാൻ ഇപ്പം മത്സരിക്കുന്നത്. വിജയ് ഫാൻസിനെ അഭിമാനിക്കുക. അടുത്തത് ഓക്കെ. അപ്പം നമ്മൾ വീണ്ടും ഒരു മാച്ച് ജോയിൻ ചെയ്യുകയാണ്. ഇപ്രാവശ്യം നമ്മളേത് ടീമാണ്? ഇപ്രാവശ്യം ഒരു ടീം തന്നെ നോക്കട്ടെ. ഇപ്രാവശ്യം എനിക്ക് ഒരു ഗിഫ്റ്റൊക്കെ കിട്ടി. ഇപ്രാവശ്യം ഞാൻ റെഡ് ടീമാണ്. ടാഗ് കണ്ട് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയും എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. അടുപ്പിച്ച് കുറേ മാച്ച് ജയിച്ചതിന്. ഇങ്ങനെ ആടി കാക്കണം. എപ്പോൾ ഗെയിം സ്റ്റാർട്ടാവുന്ന ഒരു ഐഡിയ ഇല്ല. ഓക്കെ, മാച്ച് സ്റ്റാർട്ടായി. ഞാൻ റെഡ് ടീമിനാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം യെല്ലോ ടീമാണ്, ഇപ്രാവശ്യം റെഡ് ടീമായിരുന്നു. ഇതങ്ങ് ഒറ്റയടിക്ക് ക്യൂപ്പ് ചെയ്തേക്കാം. യെസ്, കാര്യം കഴിഞ്ഞു. വെറുതെ മെനക്കെടണ്ട. വാള് ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞിരുന്നു ഒരു ആക്സ് വാങ്ങിയേക്കാം. ആക്സ് വാങ്ങുന്നതിന് എന്തുകൊണ്ട് നല്ലത്. ഓക്കെ, ഇത്രയൊക്കെ മതിയായിരിക്കും. കുറച്ചുകൂടി ഇവിടെ ഇരുന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. അങ്ങ് അപ്ഗ്രേഡ് ചെയ്തേക്കാം. ആക്സ് സെറ്റായി. അയ്യോ ആക്സ്, ഒരു മിനിറ്റ്. ഇവിടെ ഇങ്ങ് വെറുതെ ഇരിക്കില്ല. ഇതിനെ കൊണ്ട് കവർ ചെയ്തിട്ട് പോയേക്കാം. സ്റ്റോൺ വെച്ച് കവർ ചെയ്യാം. 1 2 3 4 5 എന്തി ₹200 received on phone pay. 5 ആരാണോ കുറേ നേരം ഇവിടെ മാറുന്നുണ്ടോ? ഓക്കെ, ഇത്ര കമൻറ്റ് പോകും. നമുക്ക് ഇവിടെ ചുമ്മാ കവർ ചെയ്തേക്കാം. ഇതിൻ്റെ കയ്യിൽ വെറുതെ ഇരിക്കുമല്ലേ. നേരെ അങ്ങോട്ടേക്ക് തെറിക്കാം. ഗെയിം തുടങ്ങിയില്ല, അപ്പോഴത്തേക്കും ഞാൻ കാണിക്കാൻ തുടങ്ങി. ഞാൻ കുഴപ്പമില്ല, അഹങ്കാരം അത് കാണിക്കുന്നുണ്ട്. സ്പീഡിൽ ഇങ്ങനെ ബ്രിഡ്ജപ്പ് ചെയ്ത് കിട്ടണം. പതിയെ പോയി അമ്മമാർ പുറകെ അടിച്ചിടും. ഇവിടെ ഓൾറെഡി ഒരു പാലം ഉണ്ട്, വലിയൊരു പാലം ഉണ്ട്. അല്ല അവിടെ മീനുണ്ട്. പിന്നെ അങ്ങോട്ട് പോ, നിൽക്കല അവിടെ. അടിച്ച് ഞാൻ നിൻ്റെ തലയിന്ന് പൊട്ടിക്കും. ഒരുത്തം ക്ലോസ്. ഓക്കെ, എളുപ്പത്തി നമ്മൾ ഒരു ടീമിനെ ഫുള്ളും ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ്. അടുത്ത അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. ഇതുപോലെ ചെല്ലോ. സേഫ്റ്റിക്ക് അതിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചത്. ഒരുത്തം കാലി. ഇപ്പം ഞാനെങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങും?
ഈശ്വരാ എൻ്റെ ബെഡ് പൊട്ടി. ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്ന് ആർക്കറിയാം. ഓക്കെ, ബ്ലൂവിൻ്റെ ബെഡ്. അപ്പോൾ നമുക്ക് ബ്ലൂവിനെ അങ്ങ് തീർത്തേക്കാം. എന്നിട്ട് മതി ബാക്കി ഗ്രീൻ്റെ ഒക്കെ കാര്യം. ബ്ലൂവും ഗ്രീനും അവിടെ ഇങ്ങനെ ഉറുമ്പ് കൂടുന്ന പോലെ ഓടിക്കൊണ്ടിരിക്കുക. കുറച്ച് ബ്ലൂവിനെ അങ്ങ് ഹെൽപ്പ് ചെയ്തേക്കാം. ഇല്ല ഓ യെല്ലോ ചത്ത്. ഗ്രീൻ നേരത്തെ ചത്തു. ഗ്രീൻ്റെ ബെഡ് ഞാനാണ് പൊട്ടിച്ചത്. എനിക്കിപ്പോഴും ബ്ലൂവും ചത്തു. അയ്യോ ബ്ലൂ എന്ത് എടാ ഇവിടെ തന്നെ അടിച്ചിട്ടില്ല. ഓരോ ബെഡ് പൊട്ടി റിമൂവ് പോലും ചെയ്തില്ല. ഓക്കെ, അങ്ങനെ അത്യാവശ്യം പിടിച്ചിരുന്നു. സാധാരണ ഇങ്ങനെ ബെഡ് പൊട്ടിയിട്ട് ഇത്ര നേരം പിടിച്ചിരിക്കുന്ന ബെഡ് കുറച്ച് ഭയങ്കര കാര്യമാണ്. ബെഡ് പൊട്ടിയത് റിവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അറിയാമല്ലോ, മൈൻക്രാഫ്റ്റിൽ ബെഡ് വാസ് പറഞ്ഞു ഇവനെ ഡയമണ്ട് ആക്സ് വെച്ച് കിട്ടും. തമ്പി അവിടെ ഉറുമ്പ് അടിക്കണ വേദനയേ ഉള്ളൂ. ഓക്കെ, ബ്ലൂ ടീം ആയിപ്പോട്ടെ. ഇനി ആകെയുള്ളത് 8 പേര്, 4 ടീം റെഡ്, 4 ടീം യെല്ലോ. അങ്ങനെ നൈസായിട്ട് തീർത്തേക്കാം. ഒന്നും പറ്റാതെ മതി. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത യെല്ലോ ടീം, യെല്ലോവിൻ്റെ ഐലൻഡ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങൾ തീർത്തേക്കാം. എന്തിനാ അവന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ. അവന്മാരുടെ ഓർണമെൻ്റ് ഉണ്ട്, അത് എടുത്തേക്കാം. ഗോൾഡ് വേറെ ചുമ്മാ ഇതൊക്കെ ഒന്നും പർച്ചേസ് ചെയ്യാനൊന്നുമില്ല. ദാണ്ട് യെല്ലോ ഇരിക്കുന്നു. ഇങ്ങനെ അവിടെ ഓക്കെ, യെല്ലോ തീർന്നിരിക്കുകയാണ്. ഇനി ഒരൊറ്റ യെല്ലോയേ ഉള്ളൂ. അവനെ കൂടെ തീർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ച്. മെല്ലെ വേറെ വഴി കൂടെ പോവാം. വെട്ടി ചെത്ത വെപ്പൺസ് ഇരിക്കുന്നു. വെട്ട്. ജയിച്ചേ ഉണ്ടോ? ബെഡ് പൊട്ടിയിട്ട് ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. അണ്ണൻ്റെ ബാച്ച് വെച്ച. ഓക്കെ, അഗെയിൻ എടാ ഹാട്രിക്. 3 മത്സരത്തിൽ ഞാൻ തന്നെ മാൻ ഓഫ് ദ മാച്ച്. റീമാച്ച് ചെയ്യണ്ട, റീമാച്ച് അങ്ങ് വിളിച്ചേക്കാം. ഓക്കെ, നമ്മളെന്തായാലും അങ്ങനെ 3 മാച്ച് ജയിച്ച് നമ്മൾ ഹാട്രിക് ആയിട്ട് മാൻ ഓഫ് ദ മാച്ച്. ഇനി ഒരു ഗെയിമിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല, കാരണം 4ൻ്റെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ വീഡിയോയുടെ ചാസം ഇന്ന് പോയത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ തിരുവോണ സ്പെഷ്യൽ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഓണത്തിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.